നമ്മുടെ അടുത്ത് പാരൻസ് കുട്ടികളെ കൊണ്ടുവരുന്ന സമയത്ത് ചില സമയത്ത് നമുക്ക് പല്ലുകളെ സേവ് ചെയ്യാൻ പറ്റാതെ ആ പല്ലുകളെ എക്സ്ട്രാക്ട് ചെയ്ത് അല്ലെങ്കിൽ പറിച്ചു കളയേണ്ട അവസ്ഥ വരാറുണ്ട്. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് പാരൻസിനോട് ചോദിക്കുന്ന കാര്യമാണ് എന്തുകൊണ്ട് കുഞ്ഞുങ്ങളെ നേരത്തെ കൊണ്ടുവന്നില്ല എന്നുള്ളത്. അവർ പറയാറുള്ളത് വേദന വരാറുണ്ട്, പക്ഷെ നമ്മൾ മരുന്ന് കൊടുക്കും, മരുന്ന് കഴിച്ചു കഴിയുമ്പോൾ വേദന മാറാറുണ്ട് ഡോക്ടറെ. ഇതൊരു 2-3 മന്ത്സ് ആയിട്ടോ അല്ലെങ്കിൽ അതിന് മുകളിലോട്ടോ ആയിട്ട് ഈ ഒരു പ്രക്രിയ തന്നെയാണ് തുടർന്നുകൊണ്ട് വരുന്നത്. കുട്ടികളിൽ പൾപെക്ടമി അഥവാ അവരുടെ വേര് വരെ ക്ലീൻ ചെയ്ത് നമ്മൾ പല്ലിനെ സേവ് ചെയ്യാനായിട്ട് നോക്കുന്ന ചികിത്സ എന്നുള്ളത് നമുക്കൊരു പല്ലിനെ സേവ് ചെയ്യാനുള്ള ഏറ്റവും അവസാനത്തെ ഒരു ട്രീറ്റ്മെന്റ് ഓപ്ഷനാണ്. അത് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പല്ലിന്റെ വേരുകൾ സ്ട്രോങ് ആവണം, കൺട്രോളബിൾ ആയിട്ടുള്ള ഇൻഫെക്ഷൻ വേണം, അങ്ങനെ കുറേ മാനദണ്ഡങ്ങളുണ്ട്. നമ്മൾ ഒരുപാട് നാൾ 2-3 മന്ത്സിന് മുകളിൽ അല്ലെങ്കിൽ ക്രോണിക് ആയിട്ട് ലോങ് സ്റ്റാൻഡിങ് ആയ ഒരു ഇൻഫെക്ഷൻ ഉള്ള പല്ലുകളിൽ കുട്ടികളുടെ വേരുകൾ ദ്രവിക്കാനും പല്ലുകൾക്ക് ചെറിയ ഇളക്കം തട്ടാനും ആ പല്ലുകൾ സേവബിൾ എന്നുള്ള കണ്ടീഷനിൽ നിന്ന് മാറി നമുക്ക് പല്ല് പറിക്കണം എന്നുള്ളതിന് നമ്മളും നിർബന്ധിതരാവുകയാണ്. ഇത്ര ചെറിയ കുട്ടികളിൽ പല്ലുകൾ പറിക്കാതെ നമുക്ക് എങ്ങനെ സേവ് ചെയ്യാം എന്നുള്ളതിനുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേദന വരുമ്പോൾ തന്നെ അല്ലെങ്കിൽ പല്ലിന് കേട് കാണുമ്പോൾ തന്നെ ഒരു ഡോക്ടർ, ഒരു പീഡിയാട്രിക് ഡെന്റിസ്റ്റിന്റെ അടുത്ത് തന്നെ കൊണ്ടുപോയി അതിന് വേണ്ട ട്രീറ്റ്മെന്റ് എന്താണോ അവർ സജസ്റ്റ് ചെയ്യുന്നത് അത് തന്നെ ചെയ്യുക. മരുന്നുകൊണ്ട് മാത്രം നമുക്ക് പല്ലുകളെ സേവ് ചെയ്ത് നിർത്താൻ പറ്റില്ല. ട്രീറ്റ്മെന്റ് അത്യാവശ്യമാണ്.